എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. IT ആൻഡ് സൈബർ ലോ, വിവര സാങ്കേതിക വിദ്യയും സൈബർ നിയമവും. നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് 10 മാർക്കിൻ്റെ ടോപ്പിക്കാണ് IT ആൻഡ് സൈബർ ലോ. അത് മൊത്തം നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾ 1 ഹാർഡ്വെയർ, മൊഡ്യൂൾ 2 സോഫ്റ്റ്വെയർ, മൊഡ്യൂൾ 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, മൊഡ്യൂൾ 4 ഇൻ്റർനെറ്റ്, മൊഡ്യൂൾ 5 സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. നോക്കാം, ഈ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്നുള്ളൂ. നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിലും റെക്കോർഡ് ക്ലാസ്സിലും പഠിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം ഓരോ മൊഡ്യൂളിലും ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ നോട്ട്സ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്നു. അതിനുശേഷം കേരള PSC പ്രീവിയസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അതായത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിന്ന് കേരള PSC പ്രീവിയസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നിങ്ങൾ ടേക്ക് എ ടെസ്റ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കേരള PSC നിങ്ങളെ വിലയിരുത്തുന്നത് OMR എക്സാമിലാണ്. അതുകൊണ്ടാണ് എക്സാം പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ ടേക്ക് എ ടെസ്റ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ 3 എണ്ണം തെറ്റി കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. അതായത് ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ 0.33, 2 എണ്ണം തെറ്റി കഴിഞ്ഞാൽ 0.66, 3 എണ്ണം തെറ്റി കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കേരള PSC OMR എക്സാമിലാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. അറിയുന്നത് മാത്രമാണ് എഴുതാൻ പാടുള്ളൂ. അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. അതായത് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആദ്യത്തെ റാങ്കാരൻ 70.66 ആണെങ്കിൽ അങ്ങനെ ഒരു 10 പേര് താഴേക്കുണ്ടാവും അതേ മാർക്കാർ. പിന്നെ ആയിരിക്കും 70.33. അപ്പോൾ ഓർത്ത് വയ്ക്കുക, തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് OMR എക്സാം അതുപോലെ ഓൺലൈൻ ചെയ്യുമ്പോഴും നമ്മുടെ മൊബൈൽ ആപ്പിൽ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തതാണ്. ഓൺലൈനിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേക്ക് മാറ്റി കുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ വാർണിംഗ് മെസ്സേജ് വരും, ഓൾറെഡി അറ്റൻഡഡ്. അത്രയും സിസ്റ്റമാറ്റിക്കായിട്ടാണ് മൊബൈൽ ആപ്പിൽ സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഓർത്തേക്ക് കറക്റ്റായിട്ട് ടേക്ക് എ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാലാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് എക്സാംസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്, പ്രീവിയസ് ഇയർ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സെപ്റ്റംബർ ടു നവംബർ ആ കാലഘട്ടത്തിലാണ് നമുക്ക് എക്സാം പറഞ്ഞാണ്. അതുവരെ നിങ്ങൾ ലൈവ് എക്സാം ചെയ്ത് നോക്കണം. ഓരോ ലൈവ് എക്സാം കഴിയുമ്പോൾ നമ്മുടെ കൂടെ മത്സരിക്കുന്നവരായിട്ട് നമുക്ക് എത്ര മാർക്ക് ഉയർന്നു വന്നു, എന്തോരം മുമ്പോട്ട് പോയി, അതൊക്കെ കറക്റ്റായിട്ട് നോക്കാം. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാംസിലാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള ടേക്ക് ടെസ്റ്റ് കൂടിയും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 IT ആക്ട് 2000. ഏത് കേരള PSC എക്സാം എടുത്താലും അതിനൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ് IT ആക്ട് 2000. നോക്കാം, ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട ആദ്യത്തെ സൈബർ നിയമമാണ് IT ആക്ട് 2000. ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ IT ആക്ട് 2000. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. എന്താണ് IT ആക്ട് 2000ൻ്റെ ലക്ഷ്യം? അതായത് ഇന്ത്യയിലെ IT വിവര സാങ്കേതിക വിദ്യ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും പറ്റണം. പിന്നെന്താ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും സാധിക്കണം. ഇത് രണ്ടുമാണ് എന്തിൻ്റെ ലക്ഷ്യം? IT ആക്ട് 2000 ലക്ഷ്യം. നമുക്ക് IT സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും പറ്റണം, അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും പറ്റണം. ഇതാണ് IT ആക്ട് 2000 ലക്ഷ്യം. അതുപോലെ തന്നെ കോമേഴ്സ്, അതായത് വ്യാപാരം, ഇലക്ട്രോണിക് വ്യാപാരം, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് അത് ഗവൺമെൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ഗവേണൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കൈമാറണം. അപ്പോൾ അത് ഇലക്ട്രോണിക് മീഡിയയിലോട്ട് കൈമാറുമ്പോൾ നമുക്ക് ആ കയ്യൊപ്പ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഒപ്പിടുന്ന കയ്യൊപ്പിന് തുല്യമാണ്. അതിന് ആ വാല്യൂ കൊടുക്കുന്നത്, അതിന് നിയമസാധുത നൽകുന്നത് IT ആക്ട് 2000 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് IT ആക്ട് 2000 ലക്ഷ്യം. ഡിജിറ്റൽ സിഗ്നേച്ചർ, അതിനൊക്കെ ലീഗൽ റെക്കഗ്നേഷൻ കൊടുക്കുക. കോമേഴ്സ്, ഗവേണൻസ്, അതിനൊക്കെ ലീഗൽ റെക്കഗ്നേഷൻ, ഒരു നിയമ ചട്ടക്കൂട് കൊടുക്കുന്നത് IT ആക്ട് 2000 ആണ്. മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IT നമ്മുടെ കമ്പ്യൂട്ടർ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം, അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും പറ്റണം. ഇതാണ് IT ആക്ട് 2000ൻ്റെ ലക്ഷ്യം. നോക്കാം, ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ ഏതായിരുന്നു? IT ആക്ട് 2000. ഇറ്റ് ഈസ് ദി പ്രൈമറി ലോ ഇൻ ഇന്ത്യ ഡീലിംഗ് വിത്ത് സൈബർ ക്രൈം ആൻഡ് കോമേഴ്സ്, ഇലക്ട്രോണിക് കോമേഴ്സ്.
സൈബർ ക്രൈമും ഇലക്ട്രോണിക് കൊമേഴ്സുമാണ് പ്രൈമറി ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി പ്രൈമറി ലോ ഇൻ ഇന്ത്യ ഡീലിംഗ് വിത്ത് സൈബർ ക്രൈം ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി യുണൈറ്റഡ് നേഷൻസ് മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ്. IT ആക്ട് 2000 ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടത് എന്തിൻ്റെ ബേസിലായിരുന്നു? അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഇ കോമേഴ്സിനെ പറ്റിയുള്ള ഒരു മോഡൽ ലോയിന് ബേസ് ചെയ്തിട്ടായിരുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്രസഭയുടെ മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ IT ആക്ട് 2000 പാസ്സാക്കപ്പെട്ടത്. ഏത് സംഘടനയായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ. എന്ത് ലോ ആയിരുന്നു? ഇ കോമേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ലോ. ഈ മോഡൽ ലോ പാസ്സാക്കിയ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻ്റെ സംഘടന ഏതായിരുന്നു? UN-ന്റെ ജനറൽ അസംബ്ലിയിലെ ഒരു പോഷക സംഘടനയാണ് അൺസിട്രാൽ. അൺസിട്രാലാണ് ഈ ലോ പാസ്സാക്കിയാണ്. അൺസിട്രാൽ അതിൻ്റെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ. അൺസിട്രാലിൻ്റെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ. അവർ പാസ്സാക്കിയ നിയമമാണ് യുണൈറ്റഡ് നേഷൻ മോഡൽ ഓൺ ഇ കോമേഴ്സ്. ഇലക്ട്രോണിക് വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഇലക്ട്രോണിക് വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട നിയമം കൂടിയാണ് IT ആക്ട് 2000. ഇന്ത്യയുടെ ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? റെസിഡ്യൂറി പവേഴ്സിലാണ്, അവശിഷ്ട അധികാരങ്ങളിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സൈബർ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെസിഡ്യൂറി പവേഴ്സിലാണ്, അവശിഷ്ട അധികാരങ്ങളിലാണ്. അവശിഷ്ട അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്, അതിന് പ്രത്യേകത എന്താണ്? അങ്ങനെയുള്ള സബ്ജക്ട്സിൽ പാർലമെൻറ്റിന് മാത്രമാണ് നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. റെസിഡ്യൂറി പവേഴ്സിലുള്ള സബ്ജക്റ്റിന് പാർലമെൻറ്റിന് മാത്രമാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ റെസിഡ്യൂറി പവേഴ്സിലാണ്, അവശിഷ്ട അധികാരങ്ങളിലാണ്. ഓർത്തേക്കുക, സൈബർ ലോസ് കം അണ്ടർ റെസിഡ്യൂറി പവർ വിച്ച് മീൻസ് പാർലമെൻറ്റ് ക്യാൻ അലോൺ ലെജിസ്ലേറ്റ് ഓൺ ദോസ് സബ്ജക്റ്റ്. പാർലമെൻറ്റിന് മാത്രമാണ് അങ്ങനെയുള്ള സബ്ജക്റ്റിൽ നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് സൈബർ ലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെസിഡ്യൂറി പവേഴ്സിലാണ്, അവശിഷ്ട അധികാരങ്ങളിലാണ്. IT ആക്ട് 2000 അറിയപ്പെടുന്ന പേരുകളാണ്. പുറത്തേക്ക് ITA 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതിനെ ഷോർട്ടാക്കിയിട്ട് ITA 2000. ഇൻ്റർനെറ്റ് ആക്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് IT ആക്ട് 2000 ആണ്. നോൺ ആസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ITA 2000. അതുപോലെ ഇൻ്റർനെറ്റ് ആക്ട്, കമ്പ്യൂട്ടർ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് IT ആക്ട് 2000 ആണ്. ഇനി IT ആക്ട് 2000 എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണേ? നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇ ഗവേണൻസ്, അതായത് നമ്മുടെ ഭരണകൂടത്തിന് ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, ഒരു നിയമ ചട്ടക്കൂട് കൊടുക്കുകയാണ്. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇ ഗവേണൻസ് ബൈ ഗിവിങ്, എന്തിനൊക്കെ റെക്കഗ്നേഷൻ കൊടുക്കണേ? നമ്മുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്, ഈ ഡോക്യുമെൻറ്റ്സിന്, ഈ റെക്കോർഡ്സിന് ഒരു ലീഗൽ റെക്കഗ്നേഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും റെക്കഗ്നേഷൻ കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യണത്? ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഇ ഗവേണൻസ് ബൈ ഗിവിങ് റെക്കഗ്നിഷൻ ടു ഇ റെക്കോർഡ്സ്, ഈ റെക്കോർഡ്സിനും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും. പിന്നെ ഡിഫൈൻഡ് സൈബർ ക്രൈംസ്, എന്തെല്ലാം സൈബർ ക്രൈംസ് ഉണ്ട് അതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് IT ആക്ട് 2000 സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻഡ് സൈബർ ക്രൈംസ്. പിന്നെ അത് ചെയ്യുന്നവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക, പെനാൽറ്റി കൊടുക്കുക, ശിക്ഷ വിധിക്കുക, അതുപോലെ തന്നെ ഫൈൻ എല്ലാം കൊടുക്കുക. തടവ് ശിക്ഷയും ഫൈൻ എല്ലാനും ഉണ്ട്. ആൻഡ് പെനാൽറ്റീസ് ഫോർ ദം, അതായത് ഡിഫൈൻഡ് സൈബർ ക്രൈംസ്, അത് ചെയ്യുന്നവർക്ക് പെനാൽറ്റീസ് കൊടുക്കുക, പെനാൽറ്റീസ് ഫോർ ദം. ഇതൊക്കെയാണ് IT ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന 2 ദിവസങ്ങൾ, അതുപോലെ തന്നെ 3 വ്യക്തികൾ. നോക്കാം. IT ആക്ട് 2000 വാസ് എനാക്റ്റഡ് ഓൺ, എന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ നിയമം പാസ്സാക്കിയത്? വാസ് എനാക്റ്റഡ് ഓൺ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. വാസ് എനാക്റ്റഡ് ഓൺ എന്നാണ് പാസ്സാക്കിയത്? 2000 ജൂൺ 9. മറന്നു പോരുത്, സ്ഥിരം ക്വസ്റ്റ്യനാ. 2000 ജൂൺ 9 ഇത് പാസ്സാക്കിയത്. 2000 ജൂൺ 9 പാസ്സാക്കിയ ശേഷം ഇന്ത്യയിൽ എന്നാണ് IT ആക്ട് 2000 പ്രാബല്യത്തിൽ വന്നത്? കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. IT ആക്ട് 2000 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2000 ഒക്ടോബർ 17. ഓർത്തേക്കുക, 2000 ജൂൺ 9 പാസ്സാക്കി,
2000 ഒക്ടോബർ 17 അത് പ്രാബല്യത്തിൽ വന്നു. വാസ് എനാക്റ്റഡ് ഓൺ എന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 2000 ജൂൺ 9. IRT Act 2000 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ 2000 ഒക്ടോബർ 17. ജൂൺ 9 പാസ്സാക്കി ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. ഇനി 3 വ്യക്തികൾ IRT Act 2000 സൈൻ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റുമാർ മലയാളിയായ KR നാരായണനാണ് സൈൻ ചെയ്തത്. KR നാരായണനാണ് അതിൽ ഒപ്പിട്ട്. ഇനി അന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? AB വാജ്പേയി. AB വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇനി IRT Act 2000 ഇൻട്രൊഡ്യൂസ് ചെയ്ത മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IRT മിനിസ്റ്റർ ആരായിരുന്നു? വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യൻ ആയിരുന്നു പ്രമോദ് മഹാജൻ. ഈ പേര് ഓർത്തേക്കാണ്, പ്രമോദ് മഹാജൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുറത്തേക്ക് ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ മലയാളിയാണ്. പ്രൈം മിനിസ്റ്റർ AB വാജ്പേയി. അന്ന് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററാണ് പ്രമോദ് മഹാജൻ. ഇദ്ദേഹത്തിൻ്റെ അനിയൻ 2006 വെടിവെച്ച് വന്നു. ഇനി IRT Act 2000 എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സെക്ഷൻ ഉണ്ട് നോക്കാം. ഞാൻ പഠിക്കാൻ എളുപ്പത്തിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയാണ്. IRT Act 2000 4 ഷെഡ്യൂൾസ്, 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻ ഉണ്ട്. IRT Act 2000 4 ഷെഡ്യൂൾസ്, 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻ ഉണ്ട്. ഓർത്തേക്കുക, 4 ഷെഡ്യൂൾസ്, 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻ. നിലവിൽ ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആരാ? അശ്വിനി വൈഷ്ണവ്. പ്രസന്റ്ലി ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ഇൻ ഇന്ത്യ അശ്വിനി വൈഷ്ണവ്. നിലവിൽ വിവരസാങ്കേതിക വിദ്യയുടെ മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവ്. IRT Act 2000 പാസ്സാക്കുന്ന സമയത്ത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മിനിസ്റ്റർ വയ്ക്കുകയാണെങ്കിൽ പ്രമോദ് മഹാജൻ. അത് ഓർത്തേക്കാണ്. ഇപ്പം നിലവിൽ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ വയ്ക്കുകയാണെങ്കിൽ അശ്വിനി വൈഷ്ണവ്. നമ്മൾ 2 സുപ്രധാന ഡേറ്റ് പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? IRT Act 2000 എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്. അത് 2000 ജൂൺ 9. അതെന്നാ പ്രാബല്യത്തിൽ വന്നേ? 2000 ഒക്ടോബർ 17. ഇത് രണ്ടും എക്കാലത്തെയും പ്രീവിയസ് ആണ്, മറന്നു വരുത്. ജൂൺ 9 പാസ്സാക്കി ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. എനാക്റ്റഡ് ഓൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ജൂൺ 9. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് പ്രാബല്യത്തിൽ വന്ന, അത് കണ്ടു കഴിഞ്ഞാൽ ഒക്ടോബർ 17. വർഷം 2000. 2000 ജൂൺ 9 പാസ്സാക്കി 2000 ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. 2008 വന്നു. 2008 നവംബർ 26 ലഷ്കർ ഇ തോയ്ബയുടെ മുംബൈ ഭീകരാക്രമണം. അതിനെ തുടർന്നാണ് IRT Act 2000 അമെൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അമെൻഡ് ചെയ്യുന്നത് അതിന് തുടർന്ന മുംബൈ ഭീകരാക്രമണം തുടർന്നാണ് IRT Act 2000 അമെൻഡ് ചെയ്യണത്. പിറ്റേ മാസത്തിൽ നവംബർ 26 മുംബൈയിൽ ഭീകരാക്രമണം. പിറ്റേ മാസത്തിലാണ് IRT Act 2000 ആദ്യമായിട്ട് അമെൻഡ് ചെയ്യണത്. IRT Act 2008 ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യണത്. നോക്കാം. 26/11 പ്രീവിയസ് ആണ്. 26/11 അറ്റാക്ക് ഈസ് നോൺ ആസ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്. IRT Act 2000 അമെൻഡ് ചെയ്യാനുള്ള കാരണം അത് മുംബൈ ഭീകരാക്രമണമാണ്. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണമാണ്. അന്ന് ഭീകരർ ഉപയോഗിച്ച ടെക്നോളജിയാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ടെക്നോളജിയാണ് VoIP, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ആ പേരിൽ തന്നെ അറിയാം, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ശബ്ദ തരംഗങ്ങൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വഴിയാണ് കൈമാറ്റം ചെയ്തത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ശബ്ദ തരംഗങ്ങൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അന്ന് പിടിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അജ്മൽ കസബ്. അജ്മൽ കസബിനെ പിന്നീട് 2012 ഇന്ത്യ തൂക്കിലേറ്റിയായിരുന്നു. പുറത്തേക്ക് IRT Act അമെൻമെൻറ്റ് ആക്ട് 2008 വന്ന്. അതിന് കാരണം മുംബൈ ടെററിസ്റ്റ് അറ്റാക്കാണ്. അന്ന് ഉപയോഗിച്ച കമ്മ്യൂണിക്കേഷന് ഉപയോഗിച്ച ടെക്നോളജി VoIP ആണ്, വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളാണ് അവർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ച. നോക്കാം. 26/11 അറ്റാക്ക് ഈസ് നോൺ ആസ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്. 26/11 അറ്റാക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ് നവംബർ 26. നമുക്ക് CSEB പഠിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ ദിനങ്ങളും ഇമ്പോർട്ടൻ്റാണ്. നവംബർ 26 എക്കാലത്തെയും കേരള PSCയുടെ ക്ലാസിക് ക്വസ്റ്റ്യനാണ്. നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ആക്സെപ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത് നവംബർ 26 അതിൻ്റെ ഓർമ്മയ്ക്കാണ് നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനവും നിയമദിനം കൂടിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേയും കൂടിയാണ്, ലോ ഡേയും കൂടിയാണ്. ഈ നവംബർ 26 തന്നെയാണ് വർഗീസ് കുര്യൻ ജനിച്ചത് നവംബർ 26 അതുകൊണ്ട് ഇന്ത്യയിൽ അന്ന് നാഷണൽ മിൽക്ക് ഡേ.
ദേശീയ ക്ഷീരദിനം കൂടിയാണെന്ന്. അപ്പോൾ ഓർത്തേക്ക് നവംബർ 26/11 ഈസ് നോൺ ആസ് ആ അറ്റാക്ക് അറിയപ്പെടുന്നത് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കാണ്. അതുപോലെ നവംബർ 26 മറ്റ് പ്രത്യേകതകളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്തത് നവംബർ 26 തീയതിയാണ്. നവംബർ 26 അതുകൊണ്ട് അറിയപ്പെടുന്ന പേരാണ് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ, ദേശീയ ഭരണഘടനാ ദിനവും ദേശീയ നിയമദിനവും, ലോ ഡേയും കൂടിയാണ്. അന്ന് തന്നെയാണ് നവംബർ 26 തീയതി, ആ ദിവസത്തിൽ തന്നെയാണ് വർഗീസ് കുര്യൻ ജനിച്ചത്. അതുകൊണ്ട് അന്ന് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം കൂടിയാണ്, നാഷണൽ മിൽക്ക് ഡേ. ആ ലോകത്തിൽ ചോദിക്കണമെങ്കിൽ ക്ഷീരദിനം ലോകത്തിൽ ചോദിക്കണമെങ്കിൽ അത് ജൂൺ 1 തീയതിയാണ്. വേൾഡ് മിൽക്ക് ഡേ ആണ് ജൂൺ 1. നാഷണൽ ചോദിക്കണമെങ്കിൽ നവംബർ 26 ആണ്. 26/11 അറ്റാക്ക് അറിയപ്പെടുന്നത് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കാണ്. ഇനി നോക്കാം, മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് പിറ്റേ മാസത്തിൽ 26/11 അറ്റാക്ക് നടന്നത് 2008. പിറ്റേ മാസത്തിൽ IT ആക്ട് അമെൻഡ് ചെയ്തു. IT ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2008. IT ആക്ട് 2000 അമെൻഡഡ് ഇൻ 2008. അതിൻ്റെ റീസണാണ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്. IT ആക്ട് 2000 വാസ് എനാക്റ്റഡ് ഓൺ എന്നാണ് അത് പാസ്സാക്കിയത്. അത് ലോകസഭയിൽ പാസ്സാക്കിയതാണ് ഡിസംബർ 23 തീയതി. 2008 ഡിസംബർ 23 ലോകസഭയിൽ പാസ്സാക്കി. പാസ്ഡ് ബൈ ലോക്സഭ ഡിസംബർ 23, 2008. പിറ്റേ ദിവസം അത് രാജ്യസഭ പാസ്സാക്കി. പാസ്ഡ് ബൈ രാജ്യസഭ ഡിസംബർ 24, 2008. 2008 ഡിസംബർ 24 തീയതി രാജ്യസഭ പാസ്സാക്കി. അതിനുശേഷം പ്രതിഭ പാട്ടിൽ, അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടിൽ അതിൽ ഒപ്പുവെച്ചത് ഫെബ്രുവരി 5, 2009 പിറ്റേ വർഷം 2009 ഫെബ്രുവരി 5 അതിൽ ഒപ്പിട്ടു. ഇപ്പം സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തേക്ക. IT ആക്ട് 2000 അമെൻഡ് ചെയ്തത് ഏത് വർഷത്തിലാണ്? 2008. 2008 അമെൻഡ് ചെയ്തത്. IT ആക്ട് ആദ്യമായിട്ട് IT ആക്ട് 2000 അമെൻമെൻറ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് 2008. 2008 അമെൻഡ് ചെയ്തിട്ട് അതെന്നാ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നേ? ആ പിറ്റേ വർഷത്തിൽ പ്രാബല്യത്തിൽ വന്നേ. പിറ്റേ വർഷത്തിലാണ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. IT ആക്ട് 2008 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2009 ഒക്ടോബർ 27. പിറ്റേ വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്. 2009 ഒക്ടോബർ 27 പ്രാബല്യത്തിൽ വന്നത്. IT ആക്ട് 2000 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ പ്രാബല്യത്തിൽ വന്ന വർഷം പിറ്റേ വർഷമാണ്, മാറിപ്പോരുത്. 2009 ഒക്ടോബർ 27 പ്രാബല്യത്തിൽ വന്നത്. അമെൻഡ് ചെയ്തത് 2008, അത് പ്രാബല്യം 2009. ഇനി ഓർത്തേക്കുക, സൈൻഡ് ബൈ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഫെബ്രുവരി 5, 2009 സൈൻ ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇനി മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡ്യൂറിങ് അസെന്റ്, അതിന് ഒപ്പുവെച്ച സമയത്ത് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആരായിരുന്നു? കപിൽ സിബൽ. മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കപിൽ സിബൽ. ഓർത്തേക്കുക, ഞാൻ 3 ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർമാർ പഠിപ്പിച്ചായിരുന്നു. IT ആക്ട് 2000 അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പ്രമോദ് മഹാജൻ. പ്രമോദ് മഹാജനായിരുന്നു IT മിനിസ്റ്റർ. പിന്നെ ഓർത്തേക്കുക, 2008 ഒപ്പുവയ്ക്കുന്ന സമയത്ത് അമെൻമെൻറ്റ് ഒപ്പുവയ്ക്കുന്ന സമയത്ത് IT മിനിസ്റ്ററാണ് കപിൽ സിബൽ. നിലവിലെ IT മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ഓർത്തേക്കുക, IT ആക്ട് 2000 അമെൻഡ് ചെയ്ത വർഷം 2008. 2008 അമെൻഡ് ചെയ്തിട്ട് അത് പ്രാബല്യത്തിൽ വന്നത് പിറ്റേ വർഷത്തിലാണ്, 2009 ഒക്ടോബർ 27. ഡേറ്റ് അടക്കണ ക്വസ്റ്റ്യൻ വരുള്ളേ. 2009 ഒക്ടോബർ 27 അത് പ്രാബല്യത്തിൽ വന്നത്. ഇത് നോക്കാം, IT ആക്ട് 2008. IT ആക്ട് 2008 ഇപ്പൊ പേര് മാറി, അമെൻഡ് ചെയ്തു. IT ആക്ട് 2008 അല്ലെങ്കിൽ IT ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2008. അതിന് 2 ഷെഡ്യൂൾസ് ഉണ്ട്, 14 ചാപ്റ്റർ ഉണ്ട്, 124 സെക്ഷൻ ഉണ്ട്. ഓർത്തേക്കുക, ഇറ്റ് ഹാസ് 2 ഷെഡ്യൂൾസ്, 2 ഷെഡ്യൂള്, 14 ചാപ്റ്റർ, 124 സെക്ഷൻ. ഇപ്പോൾ IT ആക്ട് 2000 ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻസാണ്. ഒരുപാട് സെക്ഷൻ പഠിക്കാനുണ്ട്. അതിൽ സ്ഥിരമായി വെക്കുന്ന സെക്ഷൻസാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കണ്ടിട്ടുള്ളത് തന്നെയാണ്. സെക്ഷൻ 48, സെക്ഷൻ 65 സ്ഥിരം ചോദിക്കുന്നതാണ്. സെക്ഷൻ 66 66 ഹാക്കിങ്. അതുപോലെ 66A മുതൽ 66F വരെ. 66F എക്കാലത്തെയും ക്ലാസിക് ക്വസ്റ്റ്യനാണ് PSCയുടെ. 66F സൈബർ ടെററിസം, സൈബർ തീവ്രവാദം, സൈബർ ടെററിസം 66F. അതുപോലെ 67, 67A, 67B അതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ആ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും പഠിച്ചെന്നുള്ള കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആവാം,
സ്റ്റേറ്റ്മെൻ്റ് ആവാം, അതുപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആവാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം സെക്ഷനിൽ കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഇത്രയും പഠിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻസ്. കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദി അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദി IT Act 2000? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന്, അതായത് 2020 ഫെബ്രുവരി 1 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിയിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദി അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദി IT Act 2000? അപ്ഡേറ്റഡ് വേർഷൻ ആണെന്ന് ചോദിച്ചാണ്. ഓപ്ഷൻ എ IT Act 2007, അഡ്വാൻസ്ഡ് IT Act 2007, ഓപ്ഷൻ സി IT Act 2008, ഓപ്ഷൻ ഡി അഡ്വാൻസ്ഡ് IT Act 2008. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദി IT Act 2000. IT Act 2000 അമെൻഡ് ചെയ്തിട്ട് നമ്മൾ പേര് മാറി എന്ന് പറഞ്ഞായിരുന്നു, IT Act 2008. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, IT Act 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 2022 സ്റ്റേജ് 3 എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻ വിച്ച് ഇയർ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT Act വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന IT Act. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, എല്ലാവർക്കും അറിയുന്നതാണ് 2000. എന്നാണ് അത് പ്രാബല്യത്തിൽ വന്ന ഡേറ്റ്? കെയിം ഇൻ ടു ഫോഴ്സ് 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 അത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. 2000 ജൂൺ 9 പാസ്സാക്കി ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, 2000. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An amendment to the Indian IT Act was passed by in യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2019 ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ 2006, ഓപ്ഷൻ ബി 2007, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2009. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? An amendment ഒരു ഭേദഗതി ടു ദി ഇന്ത്യൻ IT Act, ഇന്ത്യൻ IT Actലേക്ക് ഒരു അമെൻമെൻറ്റ് വന്നു. അതെന്നാണ് പാസ്സാക്കിയത്? പാസ്ഡ് ബൈ ഇൻ എന്നാണ് പാസ്സാക്കിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, 2008 പാസ്സാക്കിയത്. ഓർത്തേക്കണേ, വാസ് പാസ്ഡ് ബൈ എന്നാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചത്. പാസ്സാക്കിയ വർഷം 2008. അവിടെ അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, അതായത് അമെൻമെൻറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ, ഫോഴ്സ് വരണമെങ്കിൽ പ്രാബല്യം വന്ന് ചോദിക്കണമെങ്കിൽ 2009 ആയാണ്. ഇവിടെ ചോദിച്ചത് പാസ്ഡ് ബൈ എന്നാണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് വാസ് മെയ്ഡ് എഫക്റ്റീവ് ഫ്രം ഡെപ്യൂട്ടി കളക്ടർ 2018 എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ 27 ഒക്ടോബർ 2000, ഓപ്ഷൻ ബി 17 ഒക്ടോബർ 2008, ഓപ്ഷൻ സി 27 ഒക്ടോബർ 2009, ഓപ്ഷൻ ഡി 17 ഒക്ടോബർ 2000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ദി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് വാസ് മെയ്ഡ് എഫക്റ്റീവ് ഫ്രം, അമെൻമെന്റ് ആക്ട് ആണ്, ഭേദഗതി നിയമം ചോദിച്ചാണ്. ദി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് വാസ് മെയ്ഡ് എഫക്റ്റീവ് ഫ്രം എന്നാണ് പ്രാബല്യത്തിൽ വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, 27 ഒക്ടോബർ 2009. പ്രാബല്യം ചോദിച്ചുകൊണ്ട് 2009 ആൻസർ വരുന്നത്. 2009 ഒക്ടോബർ 27. പാസ്സാക്കിയതാണ് 2008. 2008 പാസ്സാക്കിയിട്ട് 2009 പ്രാബല്യത്തിൽ വരുന്നത്. അമെൻമെന്റ് 2008 വന്നത്. 2008 പാസ്സാക്കിയിട്ട് 2009 എഫക്റ്റീവ് എന്നാണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, 27 ഒക്ടോബർ 2009. 2009 ഒക്ടോബർ 27. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ PSC തന്നെ ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ കൺഫ്യൂസിങ് ആക്കാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഒന്നാണ്. നോക്കിയേ, 17 ഒക്ടോബർ 2000 ഉണ്ട്. ഈ അമെൻമെൻറ്റ് ഈ വാക്കില്ലെങ്കിൽ ആൻസർ ഇവിടെ എന്ന് തന്നെ 2000 ഒക്ടോബർ 17. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാണ് ആൻസർ ചെയ്യാൻ പാടുള്ളേ. ദി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെൻറ്റ് ആക്ട് വാസ് മെയ്ഡ് എഫക്റ്റീവ് ഫ്രം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, 27 ഒക്ടോബർ 2009. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ .33 പോവേ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. IT Act വാസ് അമെൻഡഡ് ഇൻ ഇന്ത്യ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2012 എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ 2004, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2011, ഓപ്ഷൻ ഡി 2008. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? IT Act
ഇന്ത്യയിൽ ഏത് വർഷമാണ് അമെൻഡ് ചെയ്തത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി 2008. IT ആക്ട് ഇന്ത്യയിൽ അമെൻഡ് ചെയ്ത വർഷം ഇത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി 2008. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സൈബർ ലോ? മിൽമ ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ ITA 1998, ഓപ്ഷൻ ബി ITA 1999, ഓപ്ഷൻ സി ITA 2000, ഓപ്ഷൻ ഡി ITA 2001. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ നിയമം? ഇന്ത്യാസ് ഫസ്റ്റ് സൈബർ ലോ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞായിരുന്നു. നോണാസ്, ഇത് അറിയപ്പെടുന്ന പേരുകൾ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ITA 2000. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇന്ത്യാസ് ഫസ്റ്റ് സൈബർ ലോ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ITA 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി ആക്ട് ദാറ്റ് ഗവേൺസ് ദി ഇൻ്റർനെറ്റ് യൂസേജ് ഇൻ ഇന്ത്യ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2016 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ ദി IT ഗസറ്റ് ഓഫ് ഇന്ത്യ ആക്ട് 2004, ഓപ്ഷൻ ബി ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഓപ്ഷൻ സി ദി ഇൻ്റർനെറ്റ് യൂസേജ് ആക്ട് 2002, ഓപ്ഷൻ ഡി ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് യൂസേജ് ഗവേൺ ചെയ്യുന്ന ആക്ട് ഏതാണ്? ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് യൂസേജ് ഗവേൺ ചെയ്യുന്ന ആക്ട് ഏതാണെന്ന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2013 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 19th January 2001, ഓപ്ഷൻ ബി 30th June 2001, ഓപ്ഷൻ സി 9th June 2000, ഓപ്ഷൻ ഡി 15th July 1999. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ എന്നാണ് പാസ്സാക്കിയത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നാണ് ഇന്ത്യയിൽ പാസ്സാക്കിയത്. എന്നായിരുന്നു പാസ്സാക്കിയായിരുന്നേ? 2000 June 9. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 9th June 2000. 2000 June 9 പാസ്സാക്കിയത്. അതിനുശേഷം 2000 October 17 അത് പ്രാബല്യത്തിൽ വന്നത്. ഇപ്പം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 9th June 2000. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ IT ആക്ട് 2000 ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? പഞ്ചായത്ത് സെക്രട്ടറി 2015 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 17th October 2000, ഓപ്ഷൻ ബി 17th January 2001, ഓപ്ഷൻ സി 17th November 2000, ഓപ്ഷൻ ഡി 17th September 2000. അപ്പോൾ പേരിൽ നിന്ന് അറിയാം 2000 സംഭവം. വെൻ IT ആക്ട് 2000 ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ ഓപ്ഷനിലെല്ലാം ഡേറ്റ് 17-ാം തീയതിയാണ്. അപ്പോൾ ഏത് മാസത്തിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2000 June 9 പാസ്സാക്കിയിട്ട് എന്നാണത് പ്രാബല്യത്തിൽ വന്നത്? കെയിം ഇൻ ടു ഫോഴ്സ് ഏത് മാസത്തിൽ പ്രാബല്യത്തിൽ വന്നത്? ഒക്ടോബർ മാസത്തിൽ. 2000 October 17 പ്രാബല്യത്തിൽ വന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 17th October 2000. 2000 October 17 അത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ഓർ ആർ ദി മെയിൻ പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000? ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ 2016 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫൈനലൈസേഷൻ ഓഫ് കോൺട്രാക്ട്സ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ, ഓപ്ഷൻ ബി ലീഗൽ റെക്കഗ്നിഷൻ ടു ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, ഓപ്ഷൻ സി മേക്കിംഗ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഒഫൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 മെയിൻ പ്രൊവിഷൻ എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫൈനലൈസേഷൻ ഓഫ് കോൺട്രാക്ട്സ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മീഡിയ വഴിയിട്ടുള്ള കോൺട്രാക്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്യാം. ഫൈനലൈസേഷൻ ഓഫ് കോൺട്രാക്ട്സ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. പിന്നെ ലീഗൽ റെക്കഗ്നിഷൻ, നിയമപരമായ സാധുത നൽകുക. എന്തിനൊക്കെ? ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും ഡോക്യുമെൻസിനും. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനും ഡോക്യുമെൻസിനും സാധുത കൊടുക്കുക. അടുത്തത് ഞാൻ പറഞ്ഞു തന്നു, സൈബർ ക്രൈംസ് ഒക്കെ ഡിഫൈൻ ചെയ്യണം. ആ ചെയ്യുന്നവർക്ക് പെനാൽറ്റിയും കൊടുക്കും വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. മേക്കിംഗ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഒഫൻസ്. മേക്കിംഗ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഒഫൻസ്. അപ്പോൾ അത് മൂന്നും IT ആക്ട് 2000 മെയിൻ പ്രൊവിഷനാണ്.
അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും? ഡി, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.